ശബ്ദന്യൂസിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ 16-ാം തീയതി വാഴക്കാട് പഞ്ചായത്ത് വെച്ച് നടന്ന വികസന സദസ്സ് വിവാദമായിരിക്കുകയാണ്. അന്ന് ആ വികസന സദസ്സിൽ ചോദ്യമുന്നയിച്ച ഭാസ്കരൻ മാഷാണ് എന്നോടൊപ്പമുള്ളത്. അന്നത്തെ സംഭവങ്ങളെ വിശദീകരിക്കുകയാണ് ഭാസ്കരൻ മാഷ് ഇന്ന് ശബ്ദന്യൂസിലൂടെ. സംസ്ഥാന സർക്കാർ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വികസന സദസ്സുകൾ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വികസന സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാഴക്കാട് പഞ്ചായത്തിലും ഇക്കഴിഞ്ഞ ദിവസം 16-ാം തീയതി വികസന സദസ്സ് സംഘടിപ്പിച്ചു. എന്നിരുന്നാലും നടന്ന സദസ്സിൽ ഒരു മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ ആ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം ഈ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഈ സദസ്സിൻ്റെ ഒരു ക്രമീകരണം സംസ്ഥാന സർക്കാർ കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഡോക്യുമെൻ്ററി ആയിട്ട് കാണിച്ചു. അതോടൊപ്പം അതിലേക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ഇക്കഴിഞ്ഞ 5 വർഷങ്ങളുണ്ടായിട്ടുള്ള മികവുകൾ പ്രദർശനവും അതുപോലെ തന്നെ അതിൻ്റെ പ്രസൻറ്റേഷനുമാണ് നടക്കേണ്ടത്. ആ രീതിയിലുള്ള പ്രസൻറ്റേഷൻ സെക്രട്ടറിയാണ് കാര്യമായിട്ട് പഞ്ചായത്തിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ അത് കഴിഞ്ഞ ഉടനെ പ്രദർശനം കഴിഞ്ഞ ഉടനെ സെക്രട്ടറിയുടെ റിപ്പോർട്ട് വരണം. പക്ഷേ ഇവിടെ ഉദ്ഘാടനം ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സമയം വളരെ വൈകി. ആ സമയത്ത് നമ്മൾ ഇടപെട്ടു. ആ ഇടപെട്ടതിനാണ് സദസ്സിൽ നിന്ന് ആളുകൾ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് സെക്രട്ടറി പിന്നീട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. ആ റിപ്പോർട്ടിന് ശേഷം പിന്നീട് നടക്കേണ്ടത് ഓപ്പൺ ഫോറാണ്. ക്ഷണിക്കപ്പെട്ട് സദസ്സിൽ വന്നിട്ടുള്ള ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയാൻ, നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വികസനവുമായി ബന്ധപ്പെട്ടുള്ള അവസരമാണ്. ആ അവസരത്തിൽ ആണ് ഒരു മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞാൻ എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ സമർപ്പിക്കാൻ അവസരം വിനിയോഗിക്കുന്നത്. അതിലുള്ള ചില അഭിപ്രായങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുള്ള പ്രസിഡന്റിൻ്റേതായിട്ട് വന്നിട്ടുള്ള ചില വീഡിയോ സ്റ്റേജിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള അവസരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, വാഴക്കാട് പഞ്ചായത്തിൽ വികസനങ്ങൾ നടന്നതായിട്ടുള്ള ഒരു ഇത് അവതരിപ്പിച്ചു. അവിടെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഇനിയും നടത്തേണ്ടതും ഏറ്റെടുക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ അത് കഴിഞ്ഞ കാലത്ത് ടച്ച് ചെയ്യാതെ പോയിട്ടുണ്ട്, ആ കാര്യങ്ങളിൽ ഇടപെടാതെ പോയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം എന്ന നിലയ്ക്കാണ് ഞാൻ ആ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഉദാഹരണമായിട്ട് ഒന്ന്, വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്തികളിൽ ഒന്നാണ് ആക്കോട്ട ഗോഡ് ഫാം. 5 ഏക്കറിലധികം സ്ഥലമുണ്ട്. ആ സ്ഥലം വേണ്ട രീതിയിൽ ഉൽപാദന മേഖലയിലോ അല്ലെങ്കിൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന മേഖലയിലോ ഉപയോഗപ്രദമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള നിർദ്ദേശം ഞാൻ വെച്ചു. അതുപോലെ തന്നെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട നീർത്തടമാണ് വാലില്ലാപ്പുഴയിലെ കുളം. ആ കുളം നവീകരിക്കാനോ അതിലെന്തെങ്കിലും ഇടപെടൽ നടത്താനോ ഈ കാലയളവിൽ സാധിച്ചിട്ടില്ല, തുറന്നുണ്ടാവണം. അതുപോലെ തന്നെ പഞ്ചായത്തിലെ പല ഗ്രാമീണ റോഡുകളും വളരെ മോശമായ അവസ്ഥയിൽ നിൽക്കുകയാണ് എന്ന് അതിന് മാറ്റം വരണം എന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വെച്ചു. അതിൻ്റെ കൂടെ ഞാൻ വെച്ചിട്ടുള്ളത് ഈ നവംബർ 1-ന് കേരള ഗവൺമെന്റ് കേരളത്തിൽ അഗതികളില്ലാത്ത കേരളമായിട്ട് കേരളം പ്രഖ്യാപിക്കാൻ പോകുക, ദരിദ്രരില്ലാത്ത കേരളമായിട്ട് കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ് നവംബർ 1-ന്. അതിൻ്റെ ഭാഗമായിട്ട് 2020 മുതൽ എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഈ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ സർവേ നടത്തി കുടുംബങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. വാഴക്കാട്ട് തന്നെ 282 ആളുകളെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതാണ്. ആ കുടുംബങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള അവരെ പൂർണ്ണമായിട്ട് ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റാനുള്ള ഒരുപാട് മേഖലയിൽ ഇടപെടണം. ആ സർവേ റിപ്പോർട്ട്
മൊബൈലിൽ നിന്ന് എടുത്ത് അത് വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോഴാണ് പ്രസിഡന്റിന്റെ ഈ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ഈ പ്രകടനം വന്നിട്ടുള്ളത്. അത് ഞാൻ ആധികാരികമായ റിപ്പോർട്ടിന്റെ പിൻബലത്തിലാണ് സംസാരിക്കുന്നത്. പകരം ഇപ്പൊ ഉണ്ടായിട്ടുള്ള വേദിയിൽ നിന്ന് പ്രസിഡന്റ് കാണിച്ചിട്ടുള്ള അത്തരം നിലപാടുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രദർശിപ്പിക്കുകയും ഞാൻ എന്താണോ സംസാരിച്ചത് അത് കാണിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ഒരു പ്രചരണമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.